2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. കാത്തിരിക്കുന്നത് എന്ത് തരം വിധിയാണ്? അതിൽ BJPക്കാണോ, LDFിനാണോ, UDFിനാണോ ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറുന്നത്, അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് ചില ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ, രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ ചില സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരം മുനിസിപ്പാലിറ്റികൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടം കാണാൻ സാധിക്കുന്ന ഒരു ജില്ല തന്നെയാണ് തിരുവനന്തപുരം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. ആ തിരുവനന്തപുരത്തിൽ എന്താണ് മുനിസിപ്പാലിറ്റികളിൽ സംഭവിക്കാൻ പോകുന്നത്? അതായത് 4 മുനിസിപ്പാലിറ്റികൾ, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര, വർക്കല, ഈ 4 മുനിസിപ്പാലിറ്റികളിൽ എന്താണ് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇനി കാത്തിരിപ്പ് മണിക്കൂറുകൾ മാത്രം. അതിനിടയിൽ ചില കണക്കുകൂട്ടലുകളിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന 4 സ്ഥലങ്ങളിൽ എന്ത് തരം അട്ടിമറികൾ സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലാദ്യം നമുക്ക് നെടുമങ്ങാട് നോക്കാം. നെടുമങ്ങാട് 2020 റിസൾട്ടും കൂടി നോക്കാം. LDFിൻ്റെ ഭരണമാണ് നെടുമങ്ങാട്. LDF 27 സീറ്റുകളാണ് നേടിയത് 2020. UDFിന് 8 സീറ്റുകൾ നേടാനായി. NDAക്ക് 4 സീറ്റുകളാണ് ലഭിച്ചത്. മറ്റുള്ളവർ 0 എന്നുള്ള കണക്കായിരുന്നു. അതായത് LDFിൻ്റെ ഒരു തരംഗം എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സീറ്റ് മുന്നേറ്റം തന്നെയായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം നെടുമങ്ങാട്. എന്നാൽ ഇത് 2025 വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ നെയ്യാറ്റിൻകരയിൽ 2015 കണക്ക് നോക്കുമ്പോഴത്തേക്കും 2015 21 സീറ്റുകൾ LDF നേടി. UDF 12 സീറ്റുകളും BJP 4 സീറ്റുകളും അതേഴ്സ് 2 എന്നാണ് കണക്കായത്. 2010 നോക്കുമ്പോഴത്തേക്കും അപ്പോഴും LDF 18 സീറ്റുകൾ നേടി. UDF 16, BJP 2, അതേഴ്സ് 3 എന്നുള്ള കണക്കായിരുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു LDFിൻ്റെ ഭരണം തന്നെയായിരുന്നു തുടർച്ചയായി വന്നുകൊണ്ടിരുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. നെടുമങ്ങാട് അത് ഓരോ പ്രാവശ്യം കഴിയും തോറും സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു LDF എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നെയ്യാറ്റിൻകരയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും 2025 വരുമ്പോഴത്തേക്കും ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് LDF സീറ്റുകൾ നേരിയ തോതിലെങ്കിലും കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു. UDF സീറ്റുകളും അതോടൊപ്പം തന്നെ NDA സീറ്റുകളും ചെറുതായിട്ടെങ്കിലും കൂടാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ എങ്കിൽ പോലും LDF ഭരണം നിലനിർത്താനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത് നെടുമങ്ങാട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബാക്കിയെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഇനി നേരെ നമുക്ക് നെയ്യാറ്റിൻകരയിലേക്ക് പോവാം. നെയ്യാറ്റിൻകരയിൽ പോകുമ്പോഴത്തേക്കും LDFിൻ്റെ ഭരണമാണ് നിലവിൽ. 18 സീറ്റുകൾ LDF, UDF 17 സീറ്റുകൾ, NDAക്ക് 9 സീറ്റുകൾ, മറ്റുള്ളവർ 0 എന്നുള്ള കണക്കാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ടൈറ്റ് ഫൈറ്റാണ് ഇവിടെ നടക്കാനായി പോകുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട്. 2025 ആകുമ്പോഴത്തേക്കും അതായത് UDF LDF കടുത്ത പോരാട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പ്രവചനാതീതമായിട്ടുള്ള കാര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ മാറുന്നത്. NDAക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. UDFിനും നേരിയ തോതിൽ സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. LDFിന് സീറ്റ് കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. എങ്കിൽ പോലും അതൊരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാം. പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ഒരു അട്ടിമറി വിജയം UDFിന് സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും LDF UDF ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുകയും NDA സീറ്റുകൾ നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യും ഈ പറയുന്ന നെയ്യാറ്റിൻകരയിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം തൂക്കസഭയിലേക്ക് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല. ഇനി നമ്മൾ ആറ്റിങ്ങലാണ് നോക്കുന്നത്. ആറ്റിങ്ങൽ നിലവിൽ LDF ഭരണം തന്നെയാണ്. LDFിന് 18 സീറ്റുകൾ, UDFിന് 6 സീറ്റുകൾ, NDAക്ക് 7 സീറ്റുകൾ, മറ്റുള്ളവർ 0 എന്നുള്ള കണക്കാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. ഈ ആറ്റിങ്ങലെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങലിൽ തീർച്ചയായിട്ടും വളർന്നു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് NDA ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ LDFിന് ഭരണം അവർക്കുണ്ടെങ്കിൽ പോലും
അവർ ഓരോ ഘട്ടം കഴിയുന്തോറും സീറ്റുകളുടെ എണ്ണത്തിൽ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ NDAക്ക് സീറ്റ് വർദ്ധിക്കുന്നു, ഈ പറയുന്ന LDFന് സീറ്റ് കുറയുന്നു. അതേപോലെ തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം UDFനും അവിടെ സീറ്റ് കുറയുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും കാണപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2015 LDF ഭരണത്തിൽ വന്നപ്പോഴത്തേക്കും അവിടെ സീറ്റുകൾ 2020 ലഭിച്ച സീറ്റുകളെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നു. ആ സീറ്റുകളിൽ നിന്നും ഒരു കുറവാണ് 2020 ആയപ്പോഴത്തേക്കും അവിടെ LDFന് സംഭവിച്ചത്. എന്നാൽ BJPക്ക് അവിടെ സീറ്റുകൾ കൂടുകയാണ് ചെയ്തത് 2015-ലും 2020-ലും. അത് ഇനി 2025 ആകുമ്പോഴത്തേക്കും എന്താവും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെ. UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ സീറ്റുകൾ വലിയ തോതിലുള്ള ഒരു വർധനം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. അവർ ഭരണത്തിലിരുന്ന ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. അവിടെ നിന്ന് LDF ഭരണം പിടിച്ചെടുക്കുകയും അതിനുശേഷം വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് UDFന് അവിടെ സാധിച്ചിട്ടില്ല. പകരം അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് BJP ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും LDFന് നിർണായകം തന്നെയാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം LDFന് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു തൂക്കസഭയിലോട്ട് കാര്യങ്ങൾ മാറിയാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്ഭുതപ്പെടാനില്ല. BJP സീറ്റുകൾ കൂടാനും LDF സീറ്റുകൾ വീണ്ടും കുറയാനുമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ആറ്റിങ്ങലിൽ സാധ്യത കൂടുതലായി കാണുന്നത്. UDF സീറ്റുകളായാലും നേരിയ തോതിൽ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി നേരെ വർക്കലയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നതും പ്രവചനാതീതമായി കാര്യങ്ങൾ മാറുന്നതെന്ന് പറയുന്നത്. അതായത് LDF ആണ് നിലവിൽ വർക്കലയിൽ. LDFന് 12, UDFന് 7, BJPക്ക് 11, മറ്റുള്ളവർ 3 എന്നുള്ള കണക്കാണ് വർക്കലയിൽ. ഇവിടെ എന്തും സംഭവിക്കാം. തീർച്ചയായിട്ടും ഇവിടെ ഒരു അട്ടിമറി BJP ഉണ്ടാക്കാനായിട്ടും സാധ്യതയുണ്ട് എന്ന് എടുത്തു പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ പോകാനായിട്ടും സാധ്യത വളരെയേറെ കൂടുതലാണ്. അതായത് LDFനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സീറ്റുകളിൽ വലിയൊരു വർധനം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. പക്ഷേ NDAക്ക് സംബന്ധിച്ചിടത്തോളം NDAക്ക് സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ സീറ്റ് നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല. അത് ഈ പറയുന്ന തരത്തിൽ LDFന് നേട്ടമായി മാറുമോ അതല്ല NDAക്ക് നേട്ടമായി മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഒരു 50-50 ചാൻസ് ആണ് നിലവിൽ അവിടെ LDFനും NDAക്കും നിലനിൽക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. UDF സീറ്റും മറ്റുള്ളവരുടെ സീറ്റും നിർണായകമായി മാറുന്ന തരത്തിലോട്ട് വർക്കല മുനിസിപ്പാലിറ്റിയിൽ കാര്യങ്ങൾ മാറും. അവിടെ NDAക്കും LDFനെ സംബന്ധിച്ചിടത്തോളം പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വിജയ സാധ്യത 50-50 ചാൻസ് ആയി നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. NDAക്ക് സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു. മറ്റുള്ളവരുടെ സീറ്റും UDF സീറ്റുമായിരിക്കാം ഏറ്റവും കൂടുതൽ നിർണായകമായി മാറുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ 4 സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, വർക്കല, ഈ 4 സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇതിൽ 4ഇടത്തും LDFന്റെ ഭരണമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുന്നതും അതോടൊപ്പം തന്നെ ഒരു അട്ടിമറി സാധ്യത, അതായത് ഭരണം അട്ടിമറിക്കപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതുമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും LDFനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് അത്ര കണ്ട് ഒരു തരംഗമായി മാറാനായിട്ട് തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിൽ കുറവാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. തൂക്കസഭയിലോട്ട് വരെ അല്ലെങ്കിൽ ഭരണം അട്ടിമറിക്കപ്പെടുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഈ 4 ഇടങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഈ 4 ഇടങ്ങളിൽ പലയിടങ്ങളിലും സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ വർക്കലയായാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ആറ്റിങ്ങലായാലും തന്നെയും LDFന് സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നു. അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര, വർക്കല ഈ 2 സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരു അട്ടിമറി സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുന്ന ഒരു കാര്യം തന്നെ. ഇതിൽ നെടുമങ്ങാട് മാത്രമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കുറഞ്ഞാലും ഭരണം നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ്. സർവേകളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു മുന്നേറ്റം LDFന് ഉണ്ടാകുമോ അതല്ല ഒരു BJP അട്ടിമറി ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ അതല്ല ഒരു UDFന് ഒരു അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.